കർത്താവിൻ്റെ വലിയ നാമത്തിന് മഹത്വം വരുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് ദൈവത്തിൻ്റെ വചനവുമായി കടന്നു വരുവാൻ നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ, നിങ്ങളെ കേൾപ്പിക്കുവാൻ സർവശക്തനായ ദൈവം എന്നിലൂടെ നൽകുന്ന അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. ഇപ്പോൾ ഈ ലോകമെമ്പാടും ഈ മീഡിയയിൽ കൂടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ. നമ്മൾ തുടർച്ചയായി ചില വചനങ്ങൾ, പ്രത്യേകിച്ച് പഴയ നിയമത്തിൻ്റെ താളുകളിൽ ദൈവനിഴലായി തന്നിരുന്ന ചില സത്യങ്ങൾ നമ്മൾ ഈ നാളുകളിൽ ചിന്തിക്കുകയായിരുന്നു. സമാഗമന കൂടാരം എന്നുള്ള വിഷയമാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. സമാഗമന കൂടാരത്തിൻ്റെ വാതിലിനെ കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളെ ചിന്തിച്ച് നിർത്തിയത്. കഴിഞ്ഞ പ്രാവശ്യം ഈ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം, അത് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ വാതിലിനെ കുറിച്ചായിരുന്നു. ആ വാതിൽ ദൈവം കിഴക്കോട്ട് വയ്ക്കുവാനായിട്ട് പറഞ്ഞതിൻ്റെ കാരണം എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഈ വാതിലിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ 4 നൂലുകൾ കൊണ്ട് ചേർത്തുണ്ടാക്കിയ വളരെ മനോഹരമായ ഓരോരോ സത്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിഞ്ഞു. യേശുക്രിസ്തു ആണ് ആ വാതിൽ എന്ന് വളരെ വ്യക്തമായി നമുക്ക് തിരുവചനത്തിൽ കൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ അതിനോടനുബന്ധിച്ച് ചില ഭാഗങ്ങളിൽ കൂടെ ധ്യാനിച്ച് മുമ്പോട്ട് കടന്നു പോകാം എന്നത്ര ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ വാതിലിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ ഒഴിച്ച് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നതായിട്ട് നമുക്കവിടെ വായിക്കുവാൻ കഴിയുന്നു. ആ വാക്യങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ 4 സ്വഭാവങ്ങളെക്കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയുന്നു. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ അവൻ ദാസരൂപം എടുത്തു എന്ന് പറയുന്ന ആ ഭാഗം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, യേശുക്രിസ്തുവിനെ ദൈവം ലോകത്തിലേക്ക് അയക്കുമ്പോൾ ദൈവത്തിൻ്റെ രൂപത്തിൽ അഥവാ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്ന, ദൈവത്തോട് ദൈവമായിരുന്നവൻ താഴേക്ക് ഇറങ്ങുന്ന 7 സ്റ്റെപ്പുകൾ നമുക്കവിടെ പഠിക്കുവാൻ കഴിയും. അതിനുശേഷം നമ്മൾ അവിടെ വായിക്കുമ്പോൾ 7 പടികൾ ദൈവം അവനെ ഉയർത്തി എല്ലാ നാമത്തിനും മേലായ നാമം അവന് നൽകിയിരിക്കുന്നു. ഇന്ന് ലോകത്തിലുള്ള വിളിക്കപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കും മീതെ ഇരുത്തപ്പെട്ട നാമം യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. അത് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം താണവനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ഈ ദൈവത്തിൻ്റെ ആ സ്നേഹം എത്ര വലിയതായാണ്. അവിടേക്ക് ഇതാ ഉയർത്തി കൊണ്ടുവന്ന് ഇരുത്തുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ ഓർമ്മിപ്പിച്ചു വന്നത്, ദൈവത്തിൻ്റെ ആ സ്വരൂപമായിരുന്ന അവൻ, ദൈവമായിരുന്നവൻ താഴോട്ടിറങ്ങുന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ നീല ദൈവവചനത്തിൽ സ്വർഗീയത്തെ കാണിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അങ്ങനെ ആയിരുന്നവൻ താഴോട്ട് കടന്നു വരികയാണ്. ആ സ്വർഗീയനായിരുന്നവൻ താണ ഭൂമിയിലേക്ക് വരുന്നു. അതുകൊണ്ട് അവിടെ നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ അടുത്തതായിട്ട് നൂല്, ചുവപ്പ് നൂലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അഥവാ മനുഷ്യനായിട്ട് മാറുന്നത് കാണുവാനായിട്ട് കഴിയും. മനുഷ്യനായിട്ട് യേശുക്രിസ്തു മാറിയത് കൊണ്ടാണ് നമ്മളെപ്പോലെ അവൻ ജഡരക്തമുള്ളവനായി എന്ന് പറഞ്ഞിരിക്കുന്നത്. എബ്രായ ലേഖനത്തിൽ നമ്മൾ 2-ാം അധ്യായത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് നാമും അവനെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനാകൊണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവനായതുകൊണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് ലോകത്തിലേക്ക് യേശുക്രിസ്തു ജഡമുള്ളവനായി, രക്തമുള്ളവനായി ലോകത്തിലേക്ക് അവതരിക്കുകയാണ്, മനുഷ്യനായി അവതരിക്കുകയാണ്. അതുകൊണ്ടാണ് ചുവപ്പ് നൂലായിട്ട് നമുക്കതിനെ കാണുവാനായിട്ട് കഴിയുന്നത്. 3-ാമതായിട്ട് നമുക്കവിടെ കാണാൻ കഴിയുന്നു, അവിടെ പിരിച്ച പഞ്ഞിനൂല് കാണുവാൻ കഴിയുന്നുണ്ട്. പിരിച്ച പഞ്ഞിനൂല് എന്തിനെയാണ് കാണിക്കുന്നത്? ലോകത്തിലേക്ക് വന്ന യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധിയാണ് കാണിക്കുന്നത്. അവൻ ദാസനായി മാറി, അവൻ
വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് അവൻ വരുന്നതിൻ്റെ ഫലമായി അവന് ആർക്കും എന്തുമായി തീരുവാൻ വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവോത്രനാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ദൈവം അവനൊരു ധൂമ്രം കൊടുത്തിരിക്കുന്നു, അഥവാ ഒരു രാജ്യത്വം കൊടുത്തിരിക്കുന്നു. ആ രാജ്യത്വം ലോകത്തുള്ള സർവാധിപത്യമായി നമ്മൾ ദാനിയേൽ പ്രവചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒരിക്കലും നശിച്ചു പോകാത്തൊരു നിത്യരാജ്യത്വത്തിന്റെ ഉടമയായി അവൻ വരാൻ പോകുന്നു. കൈതൊടാതെ ഒരു കല്ലായി യേശുക്രിസ്തു ലോകത്തിലേക്ക് വരാൻ പോകുന്നു. അവനെ കാത്തിരിക്കുന്ന ഓരോ ദൈവവൈതലിനും എത്ര സന്തോഷകരമായ ഒരു അനുഭവമായിരിക്കും അതെന്ന് ഓർത്തുകൊള്ളുക. മാത്രമല്ല, ഈ വാതിലിനെ കുറിച്ച് നമ്മൾ അല്പം കൂടെ ധ്യാനിച്ചാൽ ഒരു സത്യം കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ വാതിലിൽ പണിയുവാനായി, അഥവാ ഈ വാതിലിന്റെ മറശ്ശീല ഉണ്ടാക്കുവാനായി ദൈവം ചുമതലപ്പെടുത്തിയത് പുരുഷന്മാരെ അല്ല എന്നുള്ളതൊരു പ്രത്യേകതയാണ്. ഈ വാതിൽ മറ ഉണ്ടാക്കുവാനായി ദൈവം ചില സ്ത്രീകളെ ഉപയോഗിച്ചതായിട്ട് നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. അതായത് ഇങ്ങനെയുള്ള ചിത്രപ്പണികൾ നെയ്തുണ്ടാക്കുവാനായി ദൈവം സ്ത്രീകളെയാണ് ഉപയോഗിച്ചത് കാണുവാനായിട്ട് കഴിയും. അതിനകത്തും ആത്മീയമായി നമുക്ക് വളരെ സന്തോഷം തരുന്ന ചില വസ്തുതകൾ അടങ്ങിയിട്ടുണ്ട്. അതെന്താണ്? നമുക്കറിയാം, ലോകത്തിൽ പാപത്തിൽ മനുഷ്യൻ വീണുപോയി കഴിഞ്ഞപ്പോൾ അവന് ദൈവം ആദ്യമായി ഒരു പ്രോമിസ് കൊടുക്കുന്നത്, ഒരു വാഗ്ദത്തം കൊടുക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന് 15-ാം വാക്യത്തിലാണ്. ആ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അവിടെ നമ്മൾ കാണുന്നു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവം ആദ്യമായി ലോകത്തിലേക്ക് ഒരു സ്ത്രീയുടെ സന്തതിയായി ലോകത്തിലേക്ക് യേശുക്രിസ്തുവിനെ വാഗ്ദത്തം ചെയ്യുന്നത് ആദ്യം ആ വാക്കുകളിലാണ്. അപ്പൊ നമ്മൾ ഏറ്റവും നമുക്ക് ചിന്തിക്കുവാൻ വക നൽകുന്ന ഒരു കാര്യം, ലോകത്തിൽ രക്ഷ ദാനമായി ദൈവം കൊടുക്കുവാനായി ആഗ്രഹിച്ചപ്പോൾ അതിനകത്ത് സ്ത്രീകൾക്ക് വലിയ ഒരു പങ്ക് ദൈവം വെച്ചിരിക്കുകയാണ്. നമ്മൾ സാധാരണയായി സ്ത്രീകളെയൊക്കെ സഹോദരിമാരെയൊക്കെ ഒരുപക്ഷെ ചവിട്ടി മെതിക്കുകയും അമർത്തിക്കളയുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവണത വിശ്വാസികളുടെ ഇടയിൽ ഒക്കെ ഉണ്ടായിരിക്കാം. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ദൈവം ഏറ്റവും അധികം ബഹുമാനിക്കുകയും ഏറ്റവും അധികം സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നത് സ്ത്രീകളെ കൂടെ അതിനകത്ത് ദൈവിക രക്ഷാകരമായ പദ്ധതിക്കകത്ത് കർത്താവ് അവരെ കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തുവിന്റെ വംശാവലി എഴുതുമ്പോൾ ആ 4 സ്ത്രീകളെ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഒരിക്കലും യഹൂദന്റെ പാരമ്പര്യം അനുസരിച്ച് പുരുഷന്മാരല്ലാതെ ഒറ്റ സ്ത്രീകളെയും അതിനകത്ത് ഉൾപ്പെടുത്താറില്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ വംശാവലി ഒരു യഹൂദനായ മത്തായി എഴുതുമ്പോൾ അതിനകത്ത് 4 സ്ത്രീകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആ സ്ത്രീകൾ ആരും കുറഞ്ഞ ആളുകളല്ല. ശരിക്കും പാപത്തിൽ വീണുപോയ, അധർമ്മത്തിൽ വീണുപോയ, ഏറ്റവും താഴേക്ക് തള്ളപ്പെട്ട സ്ത്രീകളെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ 4 സ്ത്രീകളെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. യേശുക്രിസ്തു ലോകത്തിലേക്ക് വരുമ്പോൾ അവനെ നമ്മള് തിരുവചനത്തിൽ നമുക്ക് താമാർ എന്ന് പറയുന്ന യഹൂദയുടെ മരുമകളായിരുന്ന താമാറിനെ കുറിച്ച് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നു. രാഹാബ് എന്ന് പറയുന്ന മോശമായ സ്ത്രീയെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. ആമേൻ. ബത്ശബ എന്ന് പറയുന്ന ദാവീദിന്റെ ഭാര്യയെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. ആമേൻ. അതുപോലെ തന്നെ രൂത്തിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് കാണുവാൻ കഴിയും. ഇങ്ങനെയുള്ള ആ സ്ത്രീകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരാരും തന്നെ യോഗ്യതയുള്ളവരായിരുന്നില്ല. എന്നാൽ യേശുക്രിസ്തുവാകുന്ന വാതിലിനെ പണിയുവാനായി ദൈവം ഉപയോഗിച്ച വ്യക്തികളുടെ ചരിത്രത്തിൽ അവരുടെ പേരും കൂടെ ദൈവം എഴുതി ചേർത്തിരിക്കുന്നു. യേശുക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ ദൈവം ലോകത്തിന് നൽകുവാൻ ആഗ്രഹിച്ചപ്പോൾ സ്ത്രീകളെ അതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ ലോകത്തിലേക്കുള്ള അവതാരത്തെ കുറിച്ച് ഗലാത്യ ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുകയാണ്, ഗലാത്യർക്ക് വിശ്വാസികളോട് പറയുകയാണ്, ലോകത്തിൽ ദൈവം കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി ലോകത്തിലേക്ക് യേശുക്രിസ്തുവിനെ അയച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീയുടെ സന്തതി എന്നുള്ള ഒരു പ്രയോഗം നമുക്ക് അവിടെ കാണുവാൻ കഴിയും. യേശുക്രിസ്തുവിന്റെ മാതാവായി ലോകത്തിലുണ്ടായിരുന്ന മറിയ ദൈവത്തിന്റെ പുത്രൻ ജനിക്കുമെന്നുള്ള കാര്യം തന്നെ അറിയിച്ച ആ
ഗബ്രിയേൽ ദൂതന്റെ മുമ്പിൽ താന് വളരെ നിർനിമേഷയായി അത്ഭുത പരതന്ത്രയായി ഇരിക്കുമ്പോൾ ദൂതൻ അവളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. തൻ്റെ ബുദ്ധിയിൽ ഒതുങ്ങാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ അവളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ലൂക്കോസ് 1-ാം അധ്യായത്തിന്റെ 35-ാം വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്, അത്യുന്നതന്റെ ശക്തി നിരമേ നിഴലിടും എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണമേ, സ്ത്രീകളെ ദൈവത്തിന്റെ രക്ഷാപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ ആലയത്തിന്റെ വാതിലിലെ ക്രമീകരണങ്ങൾ, ദൈവത്തിന്റെ ആലയത്തിന്റെ വാതിലിന്റെ ശുശ്രൂഷകൾക്കായി അഥവാ വാതിൽ മറയുണ്ടാക്കുവാനായി ദൈവം സ്ത്രീകളെയാണ് അത് നെയ്തുണ്ടാക്കാനായിട്ട് ചുമതലപ്പെടുത്തിയത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് മാത്രമല്ല, നമ്മൾ ഉത്തമഗീതം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്, ശലോമോന്റെ പല്ലക്കിന് ചുറ്റും 60 വീരന്മാർ എന്നുള്ള ഒരു പ്രയോഗം കാണുവാനായിട്ട് കഴിയും. ഉത്തമഗീതം 3-ാം അധ്യായത്തിന്റെ 6ഉം 7ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്കത് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എത്ര വ്യക്തമായിട്ടാണ് അവിടെയുള്ള സ്ത്രീകളെ ബഹുമാനത്തോടെ ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് കാണുവാനായിട്ട് കഴിയും. മാത്രമല്ല, നമ്മൾ ഈ പ്രാകാരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ ആലയത്തിന്റെ വാതിലിൽ പ്രാകാരത്തിൽ താൻ തിരഞ്ഞെടുത്തടിപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞിരിക്കുന്നു. 65-ാം സങ്കീർത്തനം അതിന്റെ 4-ാം വാക്യം വായിക്കുമ്പോഴാണ് നമുക്ക് ആ വാക്യം കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ 100-ാം സങ്കീർത്തനം 4-ാം വാക്യം, Psalms 100:4, 4-ാം വാക്യം വായിക്കുമ്പോഴും അവിടെയും കാണാനായിട്ട് കഴിയുന്നുണ്ട്, ദൈവത്തിന്റെ ആലയത്തിലോട്ട് വരുന്ന ആളുകൾക്ക് എത്ര സന്തോഷകരമായ ഒരു അനുഭവമാണത്. ദൈവത്തിന്റെ ആലയത്തിന്റെ വാതിൽ എല്ലാവർക്കുമായി തുറന്നിട്ടിരിക്കുന്നു. മാത്രമല്ല, എല്ലാ ജാതികൾക്ക് വരാനായിട്ടുള്ള അവകാശം ദൈവം പഴയ നിയമത്തിൽ കൊടുത്തിരുന്നത് പ്രാകാരം വരെ വരാം, അഥവാ വാതിലിന്റെ അരികിൽ വരെ വരാം. ജാതികളുടെ പ്രാകാരം എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തെ ഒരു പ്രാകാരം പിന്നീട് യഹൂദന്മാർ ക്രമീകരിച്ചതായി നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. മാത്രമല്ല, സ്ത്രീകളുടെ പ്രാകാരം എന്ന് പറഞ്ഞുകൊണ്ട് വേറെ പ്രാകാരം അവർക്കുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള പ്രാകാരം വരെ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വരാമായിരുന്നു. അപ്പോൾ വാതിക്കൽ വരെ ജാതികൾക്ക് വരാം ദൈവം എന്നൊരു പ്രമാണം കൊടുത്തിരിക്കുമ്പോൾ, ദൈവത്തിന്റെ മക്കളെ, നമുക്ക് ഏറ്റവും സന്തോഷം തരേണ്ട ഒരു വസ്തുത, വാതിൽ കടന്ന് അകത്തേക്ക് പ്രവേശിച്ചെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി. നാം ജീവിതത്തിൽ യേശുവിനെ കർത്താവിന്റെ രക്ഷിതാവുമായി അംഗീകരിച്ച് നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയെങ്കിൽ വാതിൽ കടന്നു എന്നാണ് അതിന്റെ അർത്ഥം. മാത്രമല്ല, വാതിലിനെ കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ധ്യാനിച്ചു വരികയായിരുന്നു. അടുത്തതായിട്ട് നമ്മൾ ഇനിയും ഓർക്കേണ്ട ഒരു സത്യം, ഈ ദേവാലയം ഇത്ര മനോഹരമായി വളരെ ഭംഗിയായിട്ട് ഒക്കെ പണിതിരിക്കുമ്പോൾ, ഇന്ന് ലോകത്തിൽ ധാരാളം കെട്ടിടങ്ങൾ ദേവാലയങ്ങളൊക്കെ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഫ്ലോറിനെ സംബന്ധിച്ച്, അതിൻ്റെ തറയെ സംബന്ധിച്ച് വളരെ മനോഹരമായൊരു സങ്കല്പം എല്ലാ മനുഷ്യരുടെയും ഉള്ളിലുണ്ടായിരിക്കും. പ്രത്യേകിച്ച് അത് ഡിസൈൻ ചെയ്യുന്ന ആളിൻ്റെ ഉള്ളിൽ നല്ല ഒരു ചിത്രം, അഥവാ അതിൻ്റെ ഫ്ലോറിങ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് വളരെ ഒരു നല്ല ഒരു ചിത്രം തൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. എന്നാൽ വളരെ മനോഹരമായി ദേവാലയം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുവാനായിട്ട് ദൈവം പറഞ്ഞപ്പോൾ, ഈ മരുഭൂമിയിലായിരിക്കുന്ന ഈ ദേവാലയത്തിന്റെ തറയെ സംബന്ധിച്ച് ഒന്നും ദൈവം പറഞ്ഞില്ല എന്നുള്ളതാണ്. അതായത് തറ പൂഴി മണ്ണായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചു. തറ പൂഴി മണ്ണായിരിക്കണമെന്ന് ദൈവം പറയുകയാണ്. അതെന്തുകൊണ്ടാണ് ഇത്രയും നല്ല മനോഹരമായ ഒരു ദേവാലയം പണിതുണ്ടാക്കിയിട്ട് അതിൻ്റെ തറ നല്ല മനോഹരമായ മാർബിൾ കൊണ്ടോ നല്ല അന്നത്തെ കാലത്തെ രത്നങ്ങൾ കൊണ്ടോ അലങ്കരിക്കേണ്ടതിന് പകരം വെറുതെ തറ വെറും പൂഴിമണ്ണായിട്ടിരിക്കുവാൻ എന്താണ് കാരണം? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ദൈവം ആഗ്രഹിച്ച ഒരു കാര്യം, ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് സ്വർഗം അനുഭവിക്കുന്ന ഒരു സ്വർഗീയ സന്തോഷത്തിലേക്കാണ് അവർ വരുന്നത്. ദേവാലയത്തിനകത്ത് ആരാധിക്കുന്ന, യാഗം കഴിക്കുന്ന, ദൈവത്തിന് അർപ്പിക്കുന്ന ഓരോ സമയങ്ങളിലും അവർ സ്വർഗീയ സന്തോഷം അനുഭവിച്ചാണ് അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ ഓർക്കുക, ദേവാലയത്തിൻ്റെ തറ വെറും പൂഴിമണ്ണായി ദൈവം ഇട്ടിരിക്കുവാൻ എന്താണ് കാരണം? മറ്റൊന്നുമല്ല,
ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഈ ഭൂമിയിലെ പൊടിയിൽ നിന്നെടുത്തിട്ടാണ്. പൊടിയായിരിക്കുന്ന മനുഷ്യൻ ഈ പൊടിയിലേക്ക് മടങ്ങിച്ചേരും. എന്നാൽ അവിടെയുള്ള ആരാധന എങ്ങനെയാണ് ആരാധിക്കുന്നത്? അവൻ ആരാധിക്കുന്നത് ആത്മാവിലുള്ള ആരാധനയാണ്. അവിടെ ആരാധിക്കുന്നത് സത്യത്തിലുള്ള ആരാധനയാണ്. അവൻ്റെ ദേവാലയത്തിനകത്തുള്ള ആരാധന ഏറ്റവും സന്തോഷകരമാണെങ്കിലും അവൻ പൊടിയാണെന്ന് ദൈവം എല്ലായ്പ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നു, ദൈവം കരുതിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ച സാത്താൻ അവൻ പാപത്തിൽ വീണുപോവുകയുണ്ടായി. എന്നാൽ നമ്മൾ ആ പാപം ചെയ്ത എല്ലാവരെയും ശപിക്കുന്നുണ്ട്. ഭൂമി ഉൾപ്പെടെ എല്ലാം ശാപഗ്രസ്തമായി മാറുന്നുണ്ട്. മനുഷ്യനെ ദൈവം ശപിക്കുന്നു, ഹൗവയെ ദൈവം ശപിക്കുന്നു, സാത്താനെ അഥവാ പാമ്പിനെ ദൈവം ശപിക്കുന്നു, അതുപോലെ തന്നെ ഭൂമിയെ ദൈവം ശപിക്കുന്നു. ഇങ്ങനെയുള്ള ശാപങ്ങളാണ് നമ്മൾ 3-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നത്. എന്നാൽ നമുക്ക് ശ്രദ്ധേയമായ കാര്യം, ഇങ്ങനെ ശാപവാക്കുകൾ ദൈവം അരുളി ചെയ്യുമ്പോൾ, ഉരുവിടുമ്പോൾ, പാമ്പിനോട് പറഞ്ഞ ഒരു വാക്ക് നമ്മുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. പാമ്പിനോട് പറയുകയാണ്, നിന്റെ ആഹാരം പൊടിയായിരിക്കുമെന്ന് പറഞ്ഞു. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? സാധാരണയായിട്ട് പാമ്പുകൾ പൊടി നിന്ന് നടക്കും എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ ദൈവത്തിൽ നിന്ന് വീണുപോയ, പാപത്തിൽ വീണുപോയ മനുഷ്യനായിരിക്കും നിന്റെ ആഹാരം എന്ന് ദൈവം മൗനമായി സാത്താനോട് പറയുകയായിരുന്നു. ഇന്നും സാത്താൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ബഹുഭൂരിപക്ഷം ലോകത്തിലെ വ്യക്തികൾ അവർ സാത്താൻ്റെ വായിലെ അവൻ്റെ ആഹാരമായി മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഒരിക്കലും അങ്ങനെ പദ്ധതിയില്ല. ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിച്ചെല്ലും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. മാത്രമല്ല, ദേവാലയത്തിലെ ഈ പൂഴിയെക്കുറിച്ച്, ഈ പൊടിയെക്കുറിച്ച് സംഖ്യാപുസ്തകം 5-ാം അധ്യായത്തിൽ ഒരു പ്രതിപാദനം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആകപ്പാടെ ദേവാലയത്തിൻ്റെ തറയിലുള്ള പൊടിയെ സംബന്ധിച്ച്, അഥവാ ആ പൂഴിമണ്ണിനെ സംബന്ധിച്ച് ഒറ്റ ഭാഗത്ത് മാത്രമേ ചിത്രീകരിച്ചിട്ടുള്ളൂ, അഥവാ പറഞ്ഞിട്ടുള്ളൂ. വേദപുസ്തകത്തിൽ സംഖ്യാപുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. സംഖ്യാപുസ്തകം 5-ാം അധ്യായത്തിൻ്റെ വിഷയം എന്താണ് നിങ്ങൾക്ക് ഒരുപക്ഷെ ഓർമ്മയുണ്ടായിരിക്കും. ഒരു ഭാര്യയെക്കുറിച്ച് ഭർത്താവിന് ഒരു സംശയമുണ്ടായാൽ അവളെ ദേവാലയത്തിന്റെ മുറ്റത്ത് കൊണ്ടുവരികയും അവിടെ നിഷ്കർഷിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ അവിടെ ചെയ്യുകയും ആ നിലത്തിലെ പൊടി ഒരൽപ്പം വാരി അവൻ ദേവാലയത്തിലെ പ്രത്യേക വെള്ളത്തിനകത്തെ കലക്കി അവളെ കുടിപ്പിക്കുക. അങ്ങനെ കുടിപ്പിക്കുമ്പോൾ പാപം ചെയ്തിട്ടുള്ളവളാണെങ്കിൽ അവളുടെ വയറ് പൊട്ടി, അവളുടെ ശരീരം പൊട്ടി അവൾ ലോകത്തോട് യാത്ര പറയുകയും ചെയ്യും. ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലാകുന്നു. പൊടി പാപത്തിൻ്റെ നിഴലായി കാണുന്നു. പൊടി പാപത്തിൻ്റെ ഫലമായി ലോകത്തിലേക്ക്, അഥവാ യേശുക്രിസ്തുവിൻ്റെ യാഗബലിയിൽ വിശ്വസിക്കാത്ത സകല മനുഷ്യരെ ആളുകളും വിശ്വസിക്കുന്നില്ല എങ്കിൽ നിത്യമായ പാപത്തിൽ നശിച്ചു പോകും എന്നുള്ളതിനെ കാണിക്കുന്നതാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് ഈ അപരാധത്തിൻ്റെ വെള്ളം കുടിക്കുമ്പോൾ, അഥവാ അപരാധത്തിൻ്റെ ആ പാപത്തിൻ്റെ നിഴലായ ആ വെള്ളം കുടിക്കുമ്പോൾ അവൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അവൾ മരിച്ചു പോകും. അതുകൊണ്ട് ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു, പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്നാണ്. അതുകൊണ്ട് ഈ വചനം നിങ്ങൾ യാദർശികമായി കേട്ടതല്ല. പിന്നെയോ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ചോദിക്കുന്നു, ഇന്നും നിങ്ങൾ പാമ്പിൻ്റെ വായിലെ പൊടിയാണോ അതോ ദൈവത്തിൻ്റെ കരങ്ങളിലെ മാനപാത്രമാണോ എന്ന് നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങൾ ചിന്തിക്കും. ദേവാലയത്തിൻ്റെ ഓരോ ഉപകരണങ്ങളെക്കുറിച്ചും പഠിക്കുമ്പോൾ എത്ര സന്തോഷകരമായ ആത്മീയ സത്യങ്ങൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ചില ക്രിയകൾ ചെയ്തെടുക്കട്ടെ. ദൈവത്തിൻ്റെ സർവശക്തി നിങ്ങളുടെ ഭവനങ്ങളിൽ വാഴുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ നാമത്തിൽ ഈ വചനം കേട്ട എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം അവർക്ക് അനുഗ്രഹവും സന്തോഷവും വിടുതലുമാക്കി അങ്ങ് മാറ്റുമെന്നുള്ളതിനായി സ്തോത്രം. കർത്താവ് മഹത്വമെടുത്തതിനായി നന്ദി. യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ ചോദിക്കുന്നു, കൃപ നീ കേൾക്കുമാറാകണമേ. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.
യേശു മാത്രം എന്നും വന്നിതൻ സ്തുതിക്കു പാത്രം എണ്ണമറ്റ മനോഗോത്രം നിന്നിൽ ചേർന്ന് വാഴും സ്തോത്രം ഉന്നതൻ ശ്രീ യേശു മാത്രം എന്നും വന്നിതൻ സ്തുതിക്കു പാത്രം എണ്ണമറ്റ മനോഗോത്രം നിന്നിൽ ചേർന്ന് വാഴും സ്തോത്രം ഓ രക്ഷിതനാം ദൈവജനമേ നമ്മൾ രക്ഷയുടെ പാത്രമെടുത്തു ഓ രക്ഷിതനാം ദൈവജനമേ നമ്മൾ രക്ഷയുടെ പാത്രമെടുത്തു ദിവ്യരക്ഷകനേശുവിനെ യക്ഷണവും പാടി സ്തുതിക്കാം ദിവ്യരക്ഷകനേശുവിനെ യക്ഷണവും പാടി സ്തുതിക്കാം ജീവൻ തന്ന സ്നേഹിതനാ സർവശ്രേഷ്ഠന പുരോഹിതനാ ജീവനായകൻ നമുക്കായി ജീവിക്കുന്ന അത്യുന്നതനാ ജീവൻ തന്ന സ്നേഹിതനാ സർവശ്രേഷ്ഠന പുരോഹിതനാ ജീവനായകൻ നമുക്കായി ജീവിക്കുന്ന അത്യുന്നതനാ ഓ രക്ഷിതരാം ദൈവജനമേ നമ്മൾ രക്ഷയുടെ പാത്രമെടുത്തു ഓ രക്ഷിതരാം ദൈവജനമേ നമ്മൾ രക്ഷയുടെ പാത്രമെടുത്തു ദിവ്യരക്ഷകനേശുവിനെ യക്ഷണവും പാടി സ്തുതിക്കാം ദിവ്യരക്ഷകനേശുവിനെ യക്ഷണവും പാടി സ്തുതിക്കാം ജീവജലപാനം യേശു ക്രിസ്തുനാഥൻ തന്ന ദാനം ദിവ്യനാമസ്തുതിഗാനം നമ്മൾ നാവിൽ നിറയേണം നിത്യജീവജലപാനം യേശു ക്രിസ്തുനാഥൻ തന്ന ദാനം ദിവ്യനാമസ്തുതിഗാനം നമ്മൾ നാവിൽ നിറയേണം ഓ രക്ഷിതരാം ദൈവജനമേ നമ്മൾ രക്ഷയുടെ പാത്രമെടുത്തു ഓ രക്ഷിതരാം ദൈവജനമേ നമ്മൾ
ദൈവജനമേ, നമ്മൾ രക്ഷയുടെ പാത്രമെടുത്തു. ഓ രക്ഷിതരാം ദൈവജനമേ, നമ്മൾ രക്ഷയുടെ പാത്രമെടുത്തു. ദിവ്യരക്ഷ